നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് ഭഗവാനു വേണ്ടി ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. തിരുവിതാംകൂറിലെ 7 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ പ്രശസ്തമായ 3 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്നുകൂടിയാണ് അമ്പലപ്പുഴ ക്ഷേത്രം. വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായാണ് ഭഗവാൻ ശ്രീകോവിലിൽ കാണപ്പെടുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വള്ളംകളി നടന്നുവരുന്നു. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. മീനമാസത്തിൽ തിരുവോണം നാളാണ് ആറാട്ടായി ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉൾവശം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന ദശാവതാര ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിനുള്ളിലെ കളിത്തട്ടിൽ നിന്നാണ് ഓട്ടം തുള്ളൽ ജന്മം കൊണ്ടിരിക്കുന്നതെന്നും ഇതിനു പിന്നിൽ കുഞ്ചൻ നമ്പ്യാർ എന്നുമാണ് വിശ്വാസം. അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് നാറാണത്ത് ഭ്രാന്തൻ എന്നാണ് ഐതിഹ്യം. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോടി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോടി വന്നുവോ. വീണ്ടും അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തെക്കൻ ഗുരുവായൂർ എന്നുകൂടി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കാരണം ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂർ നട എന്ന പരിപാവനമായ ഒരിടം കൂടിയുണ്ട്. ഇതിൻ്റെ ചരിത്രം എന്തെന്നാൽ 1789 ടിപ്പു സുൽത്താൻ കേരളത്തിൽ പടയോട്ടം നടത്തിയിരുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കും എന്ന് കരുതി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അന്നത്തെ നാട്ടുരാജാവ് അമ്പലപ്പുഴയിൽ എത്തിച്ചു. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വെച്ച് പൂജ ചെയ്ത സ്ഥലമാണ് ഇന്നത്തെ ഗുരുവായൂർ നട. ഈറനോടെ എന്നും കൈവണങ്ങുമെൻ നിർമാല്യ പുണ്യം പകർന്നു തരാം. ഏറെ ജന്മമായി ഞാൻ നോമ്പു നോൽക്കുമെൻ കൈവല്യമെല്ലാം കാഴ്ചവെക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീദളമായി തിരുമലരടികളിൽ വീണെൻ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെക്കുറിച്ച് പല സിനിമകളിലും പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗാനമല്ലാതെ മറ്റേതെങ്കിലും ഗാനമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അമ്പലത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യത്തോടെയാണ് അമ്പലക്കുളത്തിനെയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ശുദ്ധമായും വൃത്തിയായുമാണ് കുളത്തെ സംരക്ഷിക്കുന്നത്. കുളത്തിന് ചുറ്റുമതിലും കൽപ്പടവുകളും കെട്ടി സംരക്ഷിച്ചു പോരുന്നു. വളരെ വിശാലവും ഭംഗിയേറിയതുമായ ഒരു കുളമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിനുള്ളത്. അമ്പലത്തിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് അമ്പലക്കുളം കൂടി കാണാൻ സാധിക്കും. ഈ കുളത്തിൽ ധാരാളം മീനുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത് നമുക്ക് കാണാം. കുളത്തിൻ്റെ അരികിലൂടെ കൽപാകിയ വഴിയിലൂടെ നടന്നു പോയാൽ ഇടതുവശത്ത് ഒരു അരയാൽ കാണാൻ സാധിക്കും. ആ അരയാൽ തറയും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെയും അമ്പലക്കുളത്തിൻ്റെയും മുന്നിലെത്തും. അവിടെ നിന്നുള്ള ക്ഷേത്ര ദർശനം നയനമനോഹരമാണ്. അതൊരു കാണേണ്ട കാഴ്ച കൂടിയാണ്.
അമ്പലത്തിൻ്റെ പ്രതിഫലനം കുളത്തിൽ ആസ്വദിക്കത്തക്ക വണ്ണമുള്ളതാണ്. അതിനുശേഷം ക്ഷേത്രക്കുളത്തിന് വലം വെച്ച് ക്ഷേത്രാങ്കണത്തിലെത്തുമ്പോൾ നമ്മുടെ കണ്ണിൽ പതിയുന്ന ഒരു കളിത്തട്ടും അതിനോട് ചേർന്ന ഒരു ഉദ്യാനവുമാണ്. ആ കളിത്തട്ടിൽ ഒരു മിഴാവ് കാണാൻ സാധിക്കും. ഓട്ടം തുള്ളലിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവാണത്. ഈ മിഴാവ് വായിച്ചുകൊണ്ടിരുന്ന സമയം ഉറങ്ങിപ്പോയ കുഞ്ചൻ നമ്പ്യാരെ ചാക്യാർ കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ചാക്യാർ കളിയാക്കി. ഈ സംഭവത്തിൻ്റെ പ്രതിഫലം ആണ് ഓട്ടം തുള്ളൽ എന്ന കലാസൃഷ്ടിക്ക് പ്രചോദനമായത്. അമ്പലത്തിലെ ദർശന സമയം രാവിലെ 3 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്. ഇവിടുത്തെ വിശ്വപ്രസിദ്ധമായ പാൽപ്പായസത്തെക്കുറിച്ച് അറിയാത്ത ജനങ്ങളില്ല. നിത്യവും ഉച്ചയ്ക്ക് തിടപ്പള്ളിയിൽ ഗുരുവായൂരപ്പൻ നേരിട്ടെത്തി നിവേദ്യം സ്വീകരിക്കുമെന്നാണ് ഐതിഹ്യം. പാൽപ്പായസം തയ്യാറാക്കി കഴിഞ്ഞ് കീഴ്ശാന്തിമാരിൽ ഒരാൾ പുറത്തിറങ്ങി വാസുദേവ എന്ന് നീട്ടി വിളിക്കും. ഈ വിളി പഞ്ചാര വിളി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത ഒരു ആചാരം കൂടിയാണ്. മറ്റാർക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന മണിക്കിണറിലെ വെള്ളം കൊണ്ടാണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി പാൽപ്പായസത്തിനുള്ള കൂപ്പൺ കൊടുത്തു തുടങ്ങും. 1 ലിറ്ററിൻ്റെ ഡെപ്പിയിലാണ് പാൽപ്പായസം വിതരണം ചെയ്യുന്നത്. 1 ലിറ്ററിന് 160 രൂപയാണ് ദേവസ്വം ബോർഡ് ഭക്തരോട് ഈടാക്കുന്നത്. പാൽപ്പായസ കൗണ്ടറിൽ കൂപ്പൺ എടുക്കുന്നതിൻ്റെ ക്യൂ ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. പാൽപ്പായസം ഭഗവാന് നേദിച്ചതിന് ശേഷം 1 മണിയോടുകൂടി ഭക്തർക്ക് നൽകി തുടങ്ങും. ഞങ്ങളും വാങ്ങി 2 ലിറ്റർ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അസാമാന്യ ടേസ്റ്റാണ് പാൽപ്പായസത്തിനുള്ളത്. വെറുതെയല്ല കള്ളക്കണ്ണൻ്റെ ഇഷ്ടവിഭവമായി പാൽപ്പായസം മാറിയത്. ഇതേ കൂപ്പൺ എടുക്കാൻ പറ്റാത്തവർക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം കൂപ്പൺ എടുത്ത് പാൽപ്പായസം വാങ്ങാനുള്ള സൗകര്യം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ 1 മണിക്ക് ശേഷം അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്തുള്ള അവർ ക്ഷേത്രാങ്കണത്തിൽ ചെന്നാൽ നിങ്ങൾക്കും പ്രസാദമായി പാൽപ്പായസം സ്വീകരിക്കാവുന്നതാണ്.